സഭയുടെ 100 വർഷത്തെ ഇവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഇത് സാൽവേഷൻ ആർമി ഇവിടുത്തെ ഇടവകയെ മാത്രമല്ല, ഊരമന ദേശത്തിൻ്റെ തന്നെ വലിയൊരു ആഘോഷമാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ദേശത്തുള്ളതായ നാനാജാതി മതസ്ഥരായ ഒത്തിരി സഹോദരി സഹോദരങ്ങൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട അനൂപ് സാറ് ഇവിടെ, ക്യാപ്റ്റൻ അനൂപ് ഇവിടെ പ്രസംഗിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ സ്വാഗതം പറഞ്ഞപ്പോൾ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റിയും ഏറ്റവും വലിയ അംഗീകാരവും എന്ന് പറയുന്നത് ഊരമന ദേശത്തിൻ്റെ ഒരു മകനാണെന്നുള്ളതാണ്. അതിലാണ് ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്നത്. ഞാനിവിടെ കടന്നു ഇവിടെ വന്ന സമയത്ത്, വണ്ടി ഇറങ്ങിയ സമയം മുതൽ ഓരോരുത്തരെയും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ സ്വന്തം സഹോദരങ്ങളായ ഈ ദേശത്തുള്ള എൻ്റെ ജനമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുമ്പോൾ ഇവിടെ വിശിഷ്ട വ്യക്തികളുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളിൽ ഒരുവനായി, ഈ ദേശത്തിൻ്റെ ഒരു മകനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു അക്നോളജ് ദി പ്രസൻസ് ഓഫ് അവർ ഡിവിഷണൽ territorial commander Colonel P. John William. It's an honor for us, and also along with Colonel Regna Sundari. So we are really honored this Uramana. We are really honored to have your presence. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദേശത്തെ സാൽവേഷൻ ആർമിയുടെ 100 വർഷത്തെ ഇതിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും പ്രധാനമായിട്ട് സാൽവേഷൻ ആർമിയുടെ പ്രസൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്തുമസിന്റെ സമയത്ത് കരോൾ വരുമ്പോൾ ഒത്തിരി കരോൾ ഗ്രൂപ്പുകളൊക്കെ ഇവിടെ വരും, നമ്മുടെ വീടുകളിൽ കൂടെ വരും. പണ്ടൊക്കെ ഒത്തിരി ഗ്രൂപ്പുകൾ വരുമായിരുന്നു. പക്ഷെ നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കരോൾ സംഘം ഉണ്ടായിരുന്നു, നമ്മുടെ സാൽവേഷൻ ആർമിയിൽ നിന്ന് വരുന്നതായ കരോൾ ഗാനത്തിന് അവർ വരുമ്പോൾ. കാരണം അത്രയും മനോഹരമായ ഗാനങ്ങൾ വേറെ ആരും ഒരു കരോൾ സംഘവും പാടാറില്ല. അത്ര മനോഹരമായിരുന്നു. അത് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, എന്നാണ് നമ്മുടെ സാൽവേഷൻ ആർമിയിൽ നിന്ന് വരുന്നതെന്ന് നമ്മളൊക്കെ അന്വേഷിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഓർമ്മകൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ. സാറ് പറഞ്ഞു, കേണൽ സാറ് പറഞ്ഞു, ഇത് 100 വർഷം മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. ഒരു 50 വർഷം മുൻപുള്ളതായ അവസ്ഥ എനിക്കറിയാം. എന്താണെങ്കിലും ഇന്ന് ഈ ദേവാലയവും ഇവിടുത്തെ സാൽവേഷൻ ആർമിയുടെ 100 വർഷം ആഘോഷിക്കുമ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ വലിയൊരു സന്തോഷവും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ആഘോഷത്തോടൊപ്പം തന്നെ, ഈ ബന്ധത്തോടൊപ്പം തന്നെ അതിവിടെ നിന്നില്ല. ഇവിടെ ഇരിക്കുന്ന റജിസാറ്, അദ്ദേഹം ക്യാപ്റ്റൻ, അദ്ദേഹം ഞങ്ങൾ തമ്മിലൊരു വലിയ അടുത്ത ബന്ധമുണ്ട്. നമ്മുടെ വൈദിക സെമിനാരിയിലാണ് അദ്ദേഹം തിയോളജിക്കൽ പഠനം പൂർത്തിയാക്കി 4 വർഷത്തെ ബാച്ചുലർ ഓഫ് ഡിവിനിറ്റി സറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള അഫിലിയേഷൻ അവിടെ താമസിച്ച് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിൽ ഒരാളായി ആ സ്നേഹവും ബന്ധവും ഒക്കെ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. ഞാൻ കൂടുതൽ ഒത്തിരി പേരിവിടെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സാൽവേഷൻ ആർമി എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഈ സാൽവേഷൻ ആർമി, അപ്പോൾ അതേസമയം തന്നെ കുരിശുണ്ട്, പേര് സാൽവേഷൻ ആർമി എന്നാണ്. അപ്പോൾ ഇവിടെ അച്ഛന്മാർ, നമ്മളൊക്കെ അന്ന് അച്ഛന്മാരെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ ക്യാപ്റ്റൻ, മേജർ, കേണൽ ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു കുഞ്ഞുനാളിലെ, അപ്പൊ ഇതും ഒരു സഭയാണോ? യഥാർത്ഥത്തിൽ ഞാൻ വൈദിക വിദ്യാഭ്യാസം ആ സമയത്താണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ ഇടയായത്. അപ്പൊ ആ സന്ദർഭത്തില് ഇന്നിവിടെ നമ്മുടെ അധ്യക്ഷയായിരിക്കുന്ന എത്രയും സ്നേഹനിധിയായ മേജർ ആശ ജസ്റ്റിനും അതുപോലെ നമ്മുടെ കേണലും ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ സാൽവേഷൻ ആർമിയുടെ ചൈതന്യം എന്താണെന്നുള്ളത് ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ 1856 ലണ്ടനില്
വില്യം ബ്രൂക്കും അതേപോലെ അദ്ദേഹത്തിന്റെ പ്രിയപത്നി കാതറിൻ അവരാരംഭിച്ചതായ ഒരു പ്രസ്ഥാനമാണെങ്കിലും അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്താണ് ഈ സാൽവേഷൻ ആർമി? ആ പേര് കാണുമ്പോൾ ഒരു സൈന്യത്തിൻ്റെതാ നമുക്ക് കാണുന്നത്, ഒരു ചർച്ച എന്നുള്ളതല്ല തോന്നുന്നത്. പക്ഷെ എന്താണ് ഈ സാൽവേഷൻ? രക്ഷാ സൈന്യം നമ്മൾ മലയാളത്തിൽ പറയും. എന്തിന്റെ ആർമിയാണ്? തീമോത്തിയോസ് 2 തീമോത്തിയോസ് 2:3 പറയുന്ന ഒരു ഭാഗമുണ്ട്, യേശു ക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം അനുഭവിക്കുക. ഓരോ ക്രിസ്ത്യാനിയും യേശു ക്രിസ്തുവിന്റെ ഒരു ഭടനാണ്. ക്രിസ്തുവിന്റെ ഒരു ആർമി, ഒരു പട്ടാളമാണ് ഈ ക്രൈസ്തവ സമൂഹമായി ചൈതന്യത്തോട് നിൽക്കുന്ന ഏറ്റവും ഇന്ന് 137 രാജ്യങ്ങളില്. മാത്രമല്ല, ഇതിന്റെ തുടക്കത്തിലുള്ളതായ ഒരു വലിയ ഇന്റൻഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സാക്ഷ്യം, സുവിശേഷം, അതോടൊപ്പം തന്നെ സാധുക്കളെ സഹായിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യരാക്കി ദൈവത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ആ വലിയ സന്ദേശവും ലക്ഷ്യവുമായിട്ടായിരുന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ സാൽവേഷൻ ആർമി ഈ 2 ലക്ഷ്യങ്ങളും ഊരമന മാത്രമല്ല, അതിന്റെ ചരിത്രത്തിൽ അമേരിക്കയിൽ 2022 ഒരുപക്ഷെ നമുക്ക് ഊരമന കുറച്ചു പേര് സാൽവേഷൻ ആർമിയിൽ കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. പക്ഷേ കുറച്ചു പേരുള്ളൂവെങ്കിലും വളരെ സജീവമായിട്ടും ചൈതന്യത്തോടെ നിൽക്കുന്ന ഒരു ക്രൈസ്തവ സഭയാണ് ഇവിടുത്തെ സാൽവേഷൻ ആർമി എന്ന് പറയുന്നത്. കഴിഞ്ഞ 2022 അമേരിക്കയിലെ 360 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സാൽവേഷൻ ആർമി 32 കോടി ജനങ്ങൾക്ക് നിർവഹിച്ചതെന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അമേരിക്കയിൽ മാത്രമാണ് ലോകത്താകമാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സുവിശേഷീകരണവും സാധുജന സംരക്ഷണവും. നമുക്ക് എന്തിനാ ഒത്തിരി ദൂരെ പോണത്? വീടില്ലാത്തവരെ സാറിവിടെ പറഞ്ഞു, ആദ്യം അവർക്ക് ഒരു മനുഷ്യരായി തീരുവാൻ അവർക്ക് പാർക്കാൻ ഇടമുണ്ടാക്കിയിട്ടാണ് പള്ളി പണിതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഒരു കാലത്ത് കുഷ്ഠരോഗം എന്ന് പറയുന്നത്, കുഷ്ഠരോഗികളെ സമൂഹം ആറ്റി നിർത്തിയതായ, ആറ്റി ഓടിച്ചതായ ഒരു കാലഘട്ടമുണ്ട്. ഈ പള്ളിയിൽ നിന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മള് വസ്ത്രവും ഭക്ഷണവും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമായിരുന്നു വരിക്കോലിയില്. 100 കണക്കിനല്ല 1000 കണക്കിന് വരുന്ന കുഷ്ഠരോഗികളെ, ആരും തൊടാനറയ്ക്കുന്ന കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്നത് സാൽവേഷൻ ആർമിയാണ്. ക്രൈസ്തവ ദർശനം, ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം എനിക്ക് നൽകുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ക്രിസ്തീയ സ്നേഹം സമൂഹത്തിലേക്ക്, സാധുക്കളിലേക്ക്, രോഗിയിലേക്ക്, എല്ലാവരാലും തള്ളപ്പെട്ടവരിലേക്ക് എത്തിച്ച മഹത്തായ സഭയാണ് സാൽവേഷൻ ആർമി എന്ന് പറയുന്നത്. 100 കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോ ഈ ഫ്ലാഗ് ശ്രദ്ധിക്കുകയായിരുന്നു. ഇതിന്റെ സാധാരണ നമ്മുടെ ഈ ഓർത്തഡോക്സ് സഭകളിലൊക്കെ അതിനകത്ത് ഒത്തിരി സിംബൽസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ധരിച്ചിരിക്കുന്ന ഇത് ഉൾപ്പെടെ, ഈ കുപ്പായത്തിന്റെ കളർ ഉൾപ്പെടെ എല്ലാത്തിനും ഒരു സിംബോളിക് അർത്ഥമുണ്ട്. ഇതുപോലെ തന്നെയാണ് സാൽവേഷൻ ആർമിയുടെ ഈ അടയാളങ്ങളും ആ സഭയുടെ അർത്ഥവും അതിന്റെ ലക്ഷ്യവും എല്ലാം വിളിച്ചോതുകയാണ്. ഈ ഫ്ലാഗിനകത്ത് 3 കളറുകളുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ നീലയുണ്ട്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഈ ചുവപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സഭാ സമൂഹം, മനുഷ്യകുലം. ആ മഞ്ഞ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതായ വാക്കുകൾ തന്നെയാണ് അവിടെ ബ്ലഡ് ആൻഡ് ഫയർ എന്ന് പറയുന്നത്. ആ നക്ഷത്രം പോലെയുള്ളതായ ആ മഞ്ഞ അടയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാ, ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാണ്. ബ്ലഡ് ആൻഡ് ഫയർ, ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെട്ട്, നീല എന്ന് പറയുന്ന വിശുദ്ധി, പിതാവാം ദൈവത്തിന്റെ, വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് ചേരുന്ന മക്കൾ. ആ വലിയ അർത്ഥതലങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ അവിടെ കാണുന്ന ആ സിംബൽ, ഇതിന്റെ എംബ്ലത്തിന്റെ മുകളില് ഒരു കിരീടം പോലെയുള്ളതായ ഒരു കാര്യമുണ്ട്. ആ ക്രൗൺ എന്ന് പറയുന്നതും വലിയ ഒരു അർത്ഥമുണ്ട് അതിനകത്ത്. അതിന്റെ പ്രധാനമായിട്ടുള്ളതായ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ജീവന്റെ മഹത്വ കിരീടം. യാക്കോബിന്റെ ലേഖനത്തിൽ 1:12 വിശ്വസ്തരായി ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം, ഇതെല്ലാം സൂചിപ്പിക്കുന്നതാണ്. അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആദ്യം അനൂപ് സാറ് ഇവിടെ മേജർ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ കൈ ഇങ്ങനെ പൊക്കി
ഒരു മുദ്ര കാണിക്കും. അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് അതെന്താണെന്ന് നമുക്കറിയില്ല, കാരണം നമ്മളത് പരിചയപ്പെട്ടിട്ടില്ല. ആ മുദ്രയ്ക്കും വലിയൊരു അർത്ഥമുണ്ട്. ആ സല്യൂട്ട് എന്ന് പറയുന്ന തോളിന് മുകളില് നമ്മുടെ ഈ ചൂണ്ടുവിരലിന് മുകളിലേക്ക് പൊക്കിക്കൊണ്ടാണ്. അതിന് സ്വർഗീയ പൗരത്വത്തിന്റെ നമ്മൾ അവിടെ അവകാശപ്പെട്ട പൗരന്മാരാണ്. അതോടൊപ്പം തന്നെ മാനവും മഹത്വവും ഞങ്ങൾക്കല്ല, അത് സർവശക്തനായ ദൈവത്തിനുള്ളതാണ്. മാത്രമല്ല, ഞാൻ മാത്രമല്ല ഇങ്ങോട്ട് പോകാനുള്ളത്. നമ്മൾ പരസ്പരം കണ്ടുപെട്ടുമ്പോൾ ഇത് കാണിക്കും. മറ്റുള്ളവനെ കൂടെ ഞാൻ പോകുന്ന കൂട്ടത്തിൽ ഈ സ്വർഗീയ രക്ഷയിലേക്ക് പങ്കാളികളാക്കി കൊണ്ടുപോകാനുള്ള ആ വലിയ ഒരു ആഹ്വാനവും കൂടി. അങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞത്. ഇതെല്ലാം മനസ്സിലായി കഴിയുമ്പോഴാണ് സാൽവേഷൻ ആർമി എന്താണെന്നുള്ളത്. അത് വാക്കുകളിലും ഈ മുദ്രകളിലും മാത്രമല്ല, തങ്ങളുടെ ജീവിതത്തിലും തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് കോടാനുകൂടി മനുഷ്യരിലൂടെ ദൈവിക വെളിച്ചവും സമാധാനവും ഒക്കെ പകർന്നു കൊടുത്തുകൊണ്ട് നമ്മുടെ നാടിന്റെ അനുഗ്രഹമായി ചൈതന്യമായി ഈ ദേവാലയം ഇവിടെ നിൽക്കുമ്പോൾ ഒരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സാൽവേഷൻ ആർമിയുടെ ലക്ഷ്യങ്ങളില് കാണപ്പെടാത്ത ദൈവത്തെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്ന കർത്തൃവചനം ഇതിന്റെ പ്രവർത്തനങ്ങളിലൂടെ അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഒരു കത്തോലിക്ക അച്ഛൻ പറഞ്ഞ മലബാറിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ച്, നമ്മളുടെയൊക്കെ ക്രിസ്തീയ ദൗത്യം കേണൽ പറഞ്ഞതായ കാര്യം, ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തില് എങ്ങനെയാണ് നാനാജാതി മതസ്ഥരായ സഹോദരങ്ങളുടെ മധ്യത്തിൽ ഇന്ന് പല രീതിയിലുള്ള സുവിശേഷീകരണത്തിന് പല രീതിയിലുള്ളതായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഒരിക്കലും മാറിയിട്ടില്ല. മദർ തെരേസായും ഫാദർ ഡാമിയനുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നതിനപ്പുറം അവരുടെ ജീവിതത്തിലൂടെ അത് മറ്റുള്ളവർ അനുഭവിച്ചറിഞ്ഞു. ആ അച്ഛൻ പറഞ്ഞ സംഭവം, വയനാട്ടില് 2 സഹോദരങ്ങൾ, ഒരു ഹിന്ദു അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവ, അവര് കുടിയേറ്റക്കാരായിരുന്നു. അവരവിടെ കൃഷി ചെയ്ത്, പങ്ക് കൃഷി ചെയ്ത്, ആ കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് നല്ല വരുമാനമൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ പൈസയൊക്കെ ആയി തുടങ്ങിയ ഒരു സന്ദർഭത്തില് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പെട്ടെന്ന് ആ കൃഷിയൊക്കെ അങ്ങ് മന്ദീഭവിച്ചു. ഈ ഹൈന്ദവ സഹോദരൻ, അദ്ദേഹത്തിന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് അദ്ദേഹം കിടപ്പിലായിപ്പോയി. ഇവരനേക വർഷം ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കൃഷിയൊക്കെ ചെയ്തു വന്നതാണ്. ആ കുടുംബം, 2 കുടുംബവും അതിലൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞു വന്നു. ഇദ്ദേഹം വീഴ്ചയായതോടുകൂടെ 2-3 പെൺകുഞ്ഞുങ്ങളുണ്ട്. എന്ത് സംഭവിച്ചു വെച്ചാൽ ആ കുടുംബം പട്ടിണിയായി തുടങ്ങി. ചാക്കോ മാപ്പിള എന്നാണ് അച്ഛൻ പറഞ്ഞ ആ ക്രൈസ്തവന്റെ പേര്, ആ ക്രിസ്ത്യാനിയുടെ പേര്. ആ മനുഷ്യൻ തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, അദ്ദേഹത്തിന്റെ പേര്, ഹൈന്ദവ സഹോദരന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ സഹോദരന്റെ വീട്ടിൽ അവിടെ പട്ടിണി കിടക്കാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം, ആ കുഞ്ഞുങ്ങൾക്കൊരു കുറവും വരാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം. എന്താ സംഭവിച്ചെന്നറിയാമോ? ആ മനുഷ്യൻ വീണ അന്ന് മുതല് ആ കൃഷിയില് ഈ ഹൈന്ദവ സഹോദരൻ ഒരു പൈസ പോലും മുടക്കില്ല, ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ പറക്കമുറ്റാത്ത പെൺകുഞ്ഞുങ്ങള്, ഭാര്യ, ഇദ്ദേഹം തളർന്നു കിടക്കുന്നു. ആ കിട്ടുന്ന വരുമാനത്തിന്റെ, ലാഭത്തിന്റെ കൃത്യം പകുതി ആ ഹൈന്ദവ സഹോദരന് കൊടുത്ത ആ കുടുംബത്തെ അനേക വർഷം പോറ്റി. ഒരു ദിവസം അവിടുത്തെ തിരുമേനിയുടെ അരമനയിലേക്ക്, കത്തോലിക്ക സഭയിലെ തിരുമേനിയുടെ അരമനയിലേക്ക് നേരം വെളുക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യനെയും താങ്ങി പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീയും 2-3 കുഞ്ഞുങ്ങളും അരമനയിലേക്ക് വന്നു. അവര് വിചാരിച്ചു, സാധാരണ ആ സമയത്തൊക്കെ ആരും വരാറില്ല, തിരുമേനി എഴുന്നേൽക്കുന്നേ ഉള്ളൂ. സാധാരണ വല്ല പിരിവിനോക്കിയാ വരുന്നത്. അവിടുത്തെ അച്ഛൻ ഇറങ്ങി ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ വന്നത്? തിരുമേനി എഴുന്നേറ്റിട്ടില്ല, പിരിവിന്റെ കാര്യങ്ങൾ. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ പിരിവിന് വന്നതല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് പിതാവിനെ കാണണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പിതാവിനോടൊരു കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കാനുണ്ട്. തിരുമേനി താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, എന്താണ് നിങ്ങൾ വന്നതെന്ന് ചോദിച്ചപ്പോൾ, ആ മനുഷ്യൻ പറഞ്ഞ, ഹൈന്ദവ സഹോദരൻ തളർന്നു കിടക്കുന്ന താങ്ങിപ്പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് ചാക്കോ മാപ്പിളയുടെ ദൈവത്തിന്റെ ആ സഭയിൽ ചേരണം, ചാക്കോ മാപ്പിളയുടെ ദൈവത്തിന്റെ സഭയിൽ ചേരണം. ചാക്കോ മാപ്പിളയ്ക്കും രാമൻ നായർക്കും അതുപോലെ മുഹമ്മദിനും എല്ലാം ഒറ്റ ദൈവമേ ഉള്ളൂ, ദൈവം പലതില്ല. നമുക്ക് ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ സ്നേഹവും, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ആ തമ്പുരാന്റെ ആ സ്നേഹവും കരുണയുമെല്ലാം
ആ ക്രൈസ്തവ സഹോദരനിലൂടെ അനുഭവിച്ചറിഞ്ഞപ്പോൾ അവന്റെ ദൈവത്തെ തേടി വന്ന് അവന്റെ മതത്തെ തേടി വരുന്ന ആ അനുഭവം, അതാണ് സാൽവേഷൻ ആർമി സമൂഹത്തിൽ ഇന്ന് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ നാം ജീവിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ഊരമന നാടിന്റെ ഒരു ചൈതന്യമുണ്ട്. നൂറ്റാണ്ടുകളായി നമ്മൾ ഏകോദര സഹോദരങ്ങളെ പോലെ പള്ളിയില്, അമ്പലത്തില് ഉത്സവം, ഇവിടുത്തെ പെരുന്നാളുകൾ വരുമ്പോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ആ ഒരു വലിയ ചൈതന്യം നമ്മുടെ സൗഹാർദ്ദമോടെ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ 100 വർഷം ഇവിടെ നിൽക്കുമ്പോൾ ഈ ദേവാലയം ഈ നാടിന്റെ വിളക്കാണ്. ആ ചൈതന്യം തുടർന്നും ഈ പ്രഭയായി ഈ ദേശത്തിന് മുഴുവനും ഒഴുകുന്ന പ്രഭയായി, പ്രകാശമായി, ആത്മീയ ശോഭയായി ഉയരട്ടെ, പ്രവഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അനൂപ് സാറ്, നമ്മുടെ ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളും ഒക്കെ സെമിനാരിൽ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വരണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവരവിടെ വന്ന് ക്ഷണിച്ചു. എനിക്കിന്ന് നേരത്തെ ഞാൻ തിരുവനന്തപുരത്ത് ഏറ്റിരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അത് കഴിഞ്ഞ് നാളെ രാവിലെ അവിടെ എൻ്റെ സെക്രട്ടറി ചെമ്മാച്ചൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഒരുപക്ഷെ മുഴുവൻ സമയവും എനിക്കിത് മുഴുവൻ തീർന്നിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നേരത്തെ പോകേണ്ടി വന്നാൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ ദേശത്തിൻ്റെ മകനാണ്. ഒരിക്കൽ കൂടെ എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും എല്ലാം അറിയിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ ഈ ഇടവക ശോഭയോടുകൂടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.